സാധനങ്ങളെ ബിരിയാണി അടിപൊളി. ആഹാ, ബിരിയാണി അടിപൊളിയായിരുന്നു. പല്ലിനും ഉണ്ട് അതിന്റെ ഇറച്ചി കഷ്ണം, അതും തിന്നാം. ഈ ശീലം ശരിയോ തെറ്റോ? ഈ ശീലം പലർക്കും ഉണ്ടാവും അല്ലെ. നമ്മൾ വലിയ വലിയ ഹോട്ടലുകളൊക്കെ കയറി വലിയ വിലക്ക് ബിരിയാണിയും കുഴിമന്തി ഒക്കെ കഴിച്ച് വയറ് നിറച്ചിട്ട് വരുന്ന വഴിക്ക് പൈസയും കൊടുത്തിട്ട് രണ്ട് ജീരക മുട്ടായി എടുത്ത് ഒരു കൊള്ളിയും എടുത്തിട്ട് പല്ലി കുത്തിയിട്ട് അത് ഇറച്ചിയെടുത്ത് നിന്ന് എത്ര പേരുണ്ട് നിങ്ങള് അല്ലെ. ആ സ്വഭാവം ചെയ്യാൻ പാടുണ്ടോ? അത് ശരിയോ തെറ്റോ? അത് തെറ്റാണെന്ന് ആര് പഠിപ്പിച്ചിട്ടുണ്ട്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉപദേശങ്ങളിൽ ഒന്നാണ് അത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? പല്ലിന്റെ ഉള്ളിൽ നിന്ന് അണുക്കളെ കുത്തിയെടുക്കാണ് അല്ലെ. പല്ലിനുള്ളിലെ അവശിഷ്ടങ്ങൾ കുത്തിയെടുത്ത് അതും കൂടെ കഴിച്ചു കഴിഞ്ഞാല് വയറിലെത്തിയാൽ വയറ് കേടാകും, പലവിധ അസുഖങ്ങളും നമുക്ക് വരും. അതുകൊണ്ട് മുത്തുനബിക്ക് ഇതെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പൊ എന്ത് ചെയ്യാ? ഇനി മുതൽ ആരും ഇത് ആവർത്തിക്കാതിരിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർ മുത്തുനബി എന്ന് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ഈ കമന്റ് ബോക്സിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാവശ്യമെങ്കിലും രേഖപ്പെടുത്താൻ മറക്കുകയും ചെയ്യരുത്.